മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള കേരള രാഷ്ട്രീയത്തിൽ നിന്നുയർന്ന ചോദ്യങ്ങളുടെ ഉത്തരം രണ്ടാഴ്ച മുമ്പ് മറ്റ് ചാനലുകളിലൂടെ കേരളത്തിലെ ജനങ്ങളൊക്കെ കണ്ടു. എന്നാൽ ഈ രണ്ടാഴ്ച കൊണ്ട് ഒട്ടേറെ മാറ്റങ്ങൾ, ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലുണ്ടായി. ഇപ്പോൾ എന്താവും പിണറായി വിജയന് പറയാനുള്ളത്? ന്യൂസ് 18 തിരുവനന്തപുരം ബ്യൂറോ ചീഫ് വി അരുൺ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9:30 കാണാം. മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട നിലപാടുകൾ ഇവയാണ്. ഇടതുപക്ഷത്തിനെതിരെ ന്യൂനപക്ഷ കേന്ദ്രീകരണം ഉണ്ടാകില്ല. ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇപ്പോഴും നല്ല സ്വീകാര്യത ഉണ്ട്. പ്രധാനമായും UDF പറഞ്ഞിരുന്ന ഒരു വിഷയം അതുതന്നെയാണ്. മറ്റൊരു പ്രധാന വിഷയം, ഒരു സീറ്റ് പോലും BJPക്ക് കിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. കഴിഞ്ഞ തവണ പൂട്ടിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു. നേതാക്കൾ പാർട്ടി വിട്ടതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം, നേതാക്കൾ പാർട്ടി വിടുന്നത് അധപ്പതനമാണെന്നും പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് പാർട്ടി പരിശോധിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. LDFന് ഒരു തരത്തിലും ആശങ്കയില്ല എന്നും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിച്ചു വരും എന്നും, LDFന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ്, അപ്പോൾ 100-ലേറെ സീറ്റുകളോട് ഈ തവണയും ജയിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു തന്നെ പറയുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹം ചില മറുപടികളും ഒക്കെ അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇടതുപക്ഷം നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ത് തരം നിലപാടാണ്, എന്തും വിളിച്ചു പറയുന്ന ഒരാളായി രാഹുൽ ഗാന്ധി മാറിയോ, അത് നിർഭാഗ്യകരമാണ് എന്നുള്ള നിലപാട് കൂടി പറയുന്നു. മോദി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം നമുക്ക് ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ അത് ഉണ്ട് എന്ന് ഈ സർവേകളിലൊക്കെ വരുന്നുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരത്തെ എത്രത്തോളം അത് ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? അത് പരിശോധിച്ചവരെല്ലാം പറയുന്നത്, നിഷ്പക്ഷമായി കാര്യങ്ങൾ കാണുന്നവരും പറയുന്നത് അങ്ങനെയൊരു ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. സ്വാഭാവികമാണ് ഭരണവിരുദ്ധ വികാരം. പക്ഷേ കേരളത്തിൽ ഈ 10 വർഷം പിന്നിട്ട LDFനെതിരെയുള്ള അത്തരമൊരു വികാരം ഉയർന്നു വന്നിട്ടില്ല. എല്ലാ ഘട്ടത്തിലും ഈ ഭരണവിരുദ്ധ വികാരം എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. അത് ബോധപൂർവം ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം മാത്രമാണ്. ഇല്ലാത്തൊരു കാര്യത്തെ ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി നടത്തുന്ന പ്രചരണമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ.